ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലിറ്റ്സ് അക്കാദമി ട്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം കാണാത്ത ആൾക്കാർ ദയവായി പാർട്ട് 1 കണ്ടതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരിക. ഇനിയിപ്പോൾ കാണുന്നത് നിർബന്ധമൊന്നുമില്ല, പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിട്ട് വരണം. കാരണം അതിനകത്ത് മറ്റൊരു ടൈപ്പ് ചോദ്യമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് വേറൊരു രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നല്ല മാർക്ക് സ്കോർ 4 മാർക്ക് തൊട്ട് മുകളിലോട്ട് നമുക്ക് എന്തായാലും കിട്ടുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് മിസ്സാക്കരുത്, കൃത്യമായിട്ട് കാണണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകുകയല്ലേ. ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ. നോക്കുക. ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഓഫ് എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ വേജസ്. ഏതാണ്ട് ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ 400 വരെ 500 വരെ എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്തിരുന്നത്, അപ് ടു 400 അപ് ടു 500. ബട്ട് ഇവിടെ തന്നിരിക്കുന്നതിൽ അതിനേക്കാൾ വ്യത്യാസമുണ്ട്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. അതായത് 400-നും 500-നും ഇടയിൽ വരുമാനമുള്ളവർ 6 പേര്, 500-നും 600-നും ഇടയിലുള്ളവർ 7 പേര്, 600-നും 700-നും ഇടയിലുള്ളവർ 10 പേര്. ഇങ്ങനെ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇതിനും ഇടയിൽ, ഇന്നതിനും ഇടയിൽ. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ തരുമ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ടേബിൾ വരച്ച് വയ്ക്കാം. ഇതേ ടേബിൾ നമുക്കൊന്ന് പകർത്താം. എന്നിട്ട് നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി വയ്ക്കാം. എന്ത്? ഡെയിലി വേജസ്. ഓക്കെ, ദിവസ വരുമാനം. Then number of workers. ജോലിക്കാരുടെ എണ്ണം. ജോലിക്കാരുടെ എണ്ണം. ലിസൺ, നമുക്കൊന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ 400 500 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ എഴുതിയത് അപ് ടു വരെ എന്നാണ്. ഇങ്ങനെ ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബിലോ ചേർത്താൽ മതി. ബിലോ എത്രയാണ്? 500. 400 അല്ല, ഏറ്റവും വെളുത്തിൽ നോക്കണം. ബിലോ 500. മലയാളത്തിൽ എന്ത് എഴുതും? 500-ൽ താഴെ. ഇൽ താഴെ എന്തെഴുതി വെച്ചാൽ മതി? ഇൽ താഴെ. 500-ൽ താഴെ എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെറുതാക്കി എഴുതിയേക്കാണ്. 500-ൽ താഴെ, ബിലോ 500. അടുത്ത് നമുക്ക് എന്തെഴുതാം? ബിലോ 600. 600-ൽ താഴെ. ഓക്കെ, ഇൽ താഴെ ഇങ്ങനെ എഴുതി അങ്ങ് പോകണം. ഇത് നമുക്ക് അടുത്ത് എന്തെഴുതാം? ബിലോ 700. അടുത്ത് എന്തെഴുതാം? ബിലോ 800. 800-ൽ താഴെ. രണ്ടും കൂടി എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, മലയാളം മീഡിയംകാരെ ക്ഷമിക്കണം. ഇൽ താഴെ അങ്ങ് എഴുതി അങ്ങ് പോയാൽ മതി. ഓക്കെ, ദെൻ ബിലോ 900. 900-ൽ താഴെ. ദെൻ അടുത്തതോ? ബിലോ 1000. 1000-ൽ താഴെ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ആളെ അങ്ങോട്ട് എഴുതി 6. പിന്നെ നമ്മൾ കൂട്ടി എഴുതുകയാണ്. 6 7 എത്ര നമുക്ക് കിട്ടും? 6-ൻ്റെ കൂടെ 7 കൂടി 6 7 13 ആണോ? 13. ദെൻ 13-ൻ്റെ കൂടെ അടുത്തത് 10. 13-ഉം 10-ഉം 23. 23-ൻ്റെ കൂടെ 9 32. 32-ൻ്റെ കൂടെ 5. അപ്പം നമുക്ക് എന്ത് കിട്ടും? 32-ഉം 5-ഉം 37. ദെൻ 37-ൻ്റെ കൂടെ 4 41. കണ്ടു, ഇവിടുത്തെ അതേ നമ്പർ തന്നെ നമുക്ക് ഇവിടെ കിട്ടി, 41. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തത് പോലെ തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 41 ആണ്. ഓഡ് നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 കൂട്ടാം. എന്നിട്ട് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കാം. നേരത്തെയും അങ്ങനെ ചെയ്ത് ഈവൻ നമ്പർ ആയപ്പോൾ ഡയറക്റ്റ് ഹരിച്ചു. ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചു. 41-ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാടാ? 42. 42/2. 42-നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 21 എന്ന് കിട്ടും. നമുക്ക് എത്ര ആൻസർ കിട്ടും? 21 എന്ന് കിട്ടും. ഇനി ഈ 21 നമ്മൾ ഇവിടെ തപ്പാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, 21 എവിടെയാണ് വരിക? 13-നും 23-നും ഇടയിലാണ് വരിക. നമുക്ക് അവനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. നോക്ക്, തൊട്ട് മുന്നേ ചെയ്ത സമയത്ത്
ഇതേപോലെ ഫ്രീക്വൻസി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കോളം വരച്ചിട്ട് അതിലേറ്റവും വലിയ നമ്പറാണ് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഫ്രീക്വൻസി രണ്ട് നമ്പറുകളുടെ ഇടയിലുള്ളത് വെച്ച് തന്നതുകൊണ്ട് തന്നെ ആ വഴി നടക്കില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സിമ്പിളാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ്. ഡി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇനി അതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ 2 നമ്പറുകൾ കുറയ്ക്കുക, ഇവിടുത്തെ നമ്പറുകൾ കുറച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ടേം നോക്ക്, 700 പദവ്യത്യാസം 700 മൈനസ് 600, ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? കുറച്ചു. ഇനി അടുത്തത് ഞാൻ കുറയ്ക്കാൻ പോകുന്നത് ഈ 2 നമ്പറുകളാണ്. ഡിവൈഡഡ് ബൈ 23 മൈനസ് 13. ഒന്നുമില്ലടാ, ആ ബോക്സ് വരച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ താഴത്തെ കുറയ്ക്കുക. മനസ്സിലായോ? ഓക്കെ, നോക്ക്, 700 കുറയ്ക്കണം 600, ഡിവൈഡഡ് ബൈ ഇപ്പുറത്തെ നമ്പറുകൾ ഏതൊക്കെ? 23 കുറയ്ക്കണം 13. ദെൻ എത്ര ആൻസർ കിട്ടാൻ നോക്ക്. 700 നിന്ന് 600 കുറച്ച് നമുക്കറിയാം 100 ആണ്. 23 നിന്ന് 13 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10. 100നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും ആൻസർ? 10, 10 എന്ന് കിട്ടും അല്ലേ? സംശയമുണ്ടോ? ഈ 0 വെട്ടിക്കളയാന്നേ, പിന്നെ എത്ര ഉള്ളൂ? 10 ഉള്ളൂ. സോ ആൻസർ ഡി ഈസ് ഈക്വൽ ടു 10. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ 13th ടേം വരെയുള്ളതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, 13 വരെയുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകേണ്ടത് 14ാമത്തെ ടേമാണ്, 14th ടേം. 14th ആണ് കണ്ടുപിടിക്കേണ്ടത്. 14th ടേം നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ 14ാമത്തെ പദം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എങ്ങനെയാ? 13ാമത്തെ എത്രയാണ്? 600 ആണ് അല്ലേ? പ്ലസ് ദെൻ ഇവിടെ കിട്ടിയ കോമൺ ഡിഫറൻസിൻ്റെ പകുതി, അതായത് d/2 എന്ത് ചെയ്യണം? അതിനോട് കൂട്ടണം. ഏത് കൂട്ടണം? d/2 അതിനോട് കൂട്ടണം. d എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10ൻ്റെ പകുതി 5 കൂട്ടണം. നമുക്ക് എത്ര കിട്ടി? അപ്പോൾ 605 എന്ന് കിട്ടി. അതായത് 14ാമത്തെ ടേം എത്രയാണ്? 605. 21ാമത്തതാണ് നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ? 21th ആണ് നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്ന് നോക്കുക, 14ാമത്തെ ടേം 605. ഇനി 14ൽ നിന്ന് എത്ര ടേമുകൾ കൂട്ടിയാലാണ് നമുക്ക് 21ാമത്തെ ടേം കിട്ടുക? കുറച്ച് നോക്കാം. ഇനി കുറച്ച് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈവിരലിൽ എണ്ണി നോക്കാം. നമുക്ക് എത്രയാണ്? 14 അല്ലേ? 15, 16, 17, 18, 19, 20, 21. 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ്. 14ാമത്തെ പദത്തിൻ്റെ കൂടെ 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 21ാമത്തെ ടേം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 14ാമത്തെ ടേം. അങ്ങനെയെങ്കിൽ 21th ആണ് നമുക്കറിയേണ്ടത്. ഓക്കെ, 21th ടേം ഈസ് ഈക്വൽ ടു 21ാമത്തെ പദം സമം 605ൻ്റെ കൂടെ അല്ലേ? 14ാമത്തെ പദത്തിലൂടെ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? 7 പ്രാവശ്യം. അപ്പം 7 ഇൻറ്റു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ഡി നമ്മൾ 10 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഡി എത്രയാണ്? 10 ആണ്. അപ്പം 7 ഇൻറ്റു 10. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? 605 പ്ലസ് ഗുണിച്ചിട്ടേ കൂട്ടാൻ പാടുള്ളൂ. 7 ഇൻറ്റു 10 എത്രയാണ്? നമുക്ക് എത്ര കിട്ടും? 70 എന്ന് കിട്ടും അല്ലേ? 7 ഇൻറ്റു 10 നമുക്ക് എത്ര കിട്ടും? ശരിയല്ലേ? 7 ഇൻറ്റു 10 70. 605ൻ്റെ കൂടെ 70 കൂടി കൂട്ടിയാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി? 675. സോ ദ മീഡിയൻ വേജ് എന്ന് പറയുന്നത്, മീഡിയൻ വേജ് അല്ലേ ചോദിക്കുന്നത്? യെസ്, മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുന്നത് എത്രയാണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു, മീഡിയൻ ഇല്ലെങ്കിൽ മധ്യമം സമം നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. എത്രയാണ്? 675 റുപ്പീസ്, രൂപ. 675 രൂപ എന്ന് നമുക്ക് കിട്ടും. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? ഓക്കെ, ഇനി കുറച്ചും കൂടി കത്താനുണ്ടോ? കുറച്ചും കൂടി കത്താനുണ്ടെങ്കിൽ നമുക്കിതാ ഒരു ചോദ്യം കൂടി ചെയ്യാം. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കത്തിക്കാം. ഓക്കെ, ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ, വരാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? വൈദ്യുത ഉപയോഗം കുറച്ച് കുടുംബങ്ങളുടെ
കുറച്ച് കുടുംബങ്ങളുടെ വൈദ്യുത ഉപയോഗമാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി യൂസേജ് യൂണിറ്റിൽ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, അതായത് 80 തൊട്ട് 90 വരെ ഉപയോഗിക്കുന്ന 3 പേരുണ്ട്, 90 തൊട്ട് 100 വരെ ഉപയോഗിക്കുന്ന 6 പേരുണ്ട്, 100 തൊട്ട് 110 വരെ ഉപയോഗിക്കുന്ന 7 പേരുണ്ട്, 110 തൊട്ട് 120 വരെ ഉപയോഗിക്കുന്ന 10 പേരുണ്ട്, 120 തൊട്ട് 130 വരെ 9 പേരും, 130 തൊട്ട് 140 വരെ 4 പേരുമാണ്, 4 കുടുംബങ്ങളുമാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം അല്ലേ. ഇലക്ട്രിസിറ്റി യൂസേജ്, ഇലക്ട്രിസിറ്റി യൂസേജ് വൈദ്യുത ഉപഭോഗം. ഓക്കെ, വൈദ്യുത ഉപയോഗം, വൈദ്യുത ഉപഭോഗം. ദെൻ അടുത്തത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. ഓക്കെ, നമ്പർ ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഫാമിലി. ഓക്കെ, ദെൻ ഇവനെ എടുത്തെഴുതാം. 80 90 എന്നുള്ളതിന് പകരം നമ്മൾ എന്തെഴുതും? ഇങ്ങനത്തെ ഫ്രീക്വൻസി വന്നത് ബിലോ എഴുതും. ബിലോ 90. മലയാളത്തിൽ എങ്ങനെ എഴുതും? 90-ൽ താഴെ, 90-ൽ താഴെ. ദെൻ ബിലോ 100, 100-ൽ താഴെ. 110-ൽ താഴെ, 120-ൽ താഴെ. ബിലോ 130, 130-ൽ താഴെ. ബിലോ 140, 140-ൽ താഴെ. ദെൻ നമ്മൾ എഴുതുന്നു 3. ആദ്യം എഴുതി. 3ൻ്റെ കൂടെ 6 കൂട്ടി എത്ര കിട്ടി? 9. 9ൻ്റെ കൂടെ 7 കൂട്ടി 16. 16ൻ്റെ കൂടെ 10 കൂട്ടി 26. 26ൻ്റെ കൂടെ 9 കൂട്ടി 35. 35ൻ്റെ കൂടെ 4 കൂട്ടി 39. നമുക്ക് എത്ര കിട്ടി? 39 എന്ന് കിട്ടി. ഇനി നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്, മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. 39 ആണ്, ഒറ്റ സംഖ്യയാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൂട്ടി? 1 കൂട്ടി. 39 + 1/2 സമം 40/2 സമം 20 എന്ന് കിട്ടി. ഇനി 20 എവിടെയാണുള്ളത്? ഈ 16ൻ്റെയും 26ൻ്റെയും ഇടയിലാണ് ആരുള്ളത്? 20 ഉള്ളത് ആണോ? 16ൻ്റെയും 26ൻ്റെയും ഇടയിലാണ് നമ്മുടെ ആരുള്ളത്? 20 ഉള്ളത്. നമ്മൾ അതിനെ ബോക്സ് ആക്കി. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. D = ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സ്ഥാനവ്യത്യാസം, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇവിടെ കുറയ്ക്കുക. ഏത് കുറയ്ക്കണം? പറഞ്ഞേ. 120 കുറയ്ക്കണം 110. ഇനി അപ്പുറത്തെ സൈഡ് കുറയ്ക്കുക. അപ്പുറത്തെ സൈഡ് ഏതാ? 26 കുറയ്ക്കണം 16. 120-ൽ നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 26-ൽ നിന്ന് 16 കുറച്ചാലോ വീണ്ടും നമുക്ക് 10 എന്ന് കിട്ടും. 10/10 എത്ര കിട്ടി? 1. 10/10 എത്ര നമുക്ക് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവൻ്റെ പകുതി കണ്ടുപിടിക്കണം. D/2 എത്ര കിട്ടി നമുക്ക്? D1 ആണ്. സോ 1/2. 1/2 എന്നോ 0.5 എന്നോ എഴുതാം. നോ പ്രോബ്ലം. 1/2 കിടക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്കിവിടെയുള്ള 16th ടേമാണ് അറിയേണ്ടത് ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 17th ടേം. ഞാൻ ഇവിടെ തന്നെ എഴുതട്ടെ. അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ 17th ടേം, 17th ടേം ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? 16ാമത്തെ ടേം 110 ആണ്. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? D/2 കൂട്ടണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് D/2 ആണ് കൂടെ. D/2 എത്രയാണ്? 1/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 110 അരയും. 110 അര അല്ലേ. 110 ആൻഡ് 1/2. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെയാണ്? 20 ആണ് അല്ലേ. മീഡിയൻ എന്ന് പറയുന്നത് 20th ടേം. അപ്പോൾ 20th ടേം ഈസ് ഈക്വൽ ടു 20ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 17ാമത്തെ ടേം ഉണ്ട്. അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 20 ആവും? എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? 17, 18, 19, 20. 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോൾ 17ാമത്തെ ടേം 110 അരയാണ് പ്ലസ് 3 പ്രാവശ്യം അല്ലേ. 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ് നമ്മുടെ? 1 ആണ്. ആണോ? 3 ഇൻറ്റു 1 നോക്കണേ. 110 അര പ്ലസ് 3 ഇൻറ്റു 1 3. അപ്പോൾ 110 110 3 110 3 എത്രയാണ്? 113 ആൻഡ് 1/2. അങ്ങനെയാണ്. എത്രയാണ്? യൂണിറ്റ്. ഇത്ര യൂണിറ്റാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് 113.5 യൂണിറ്റ് കിട്ടിയോ? ഇപ്പോൾ സംഭവം കത്തിയില്ലേ?
ഇത്രയേ ഉള്ളൂ ഈ പാഠം. ഓക്കെ, നന്നായിട്ടൊന്ന് നോക്കുക. ഇതേപോലെ മറ്റ് ചോദ്യങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ പാഠത്തിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനും പറ്റും, മാർക്ക് മേടിക്കാനും പറ്റും. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കൂലേ? ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ, ബൈ.